പലരും പല രീതിയാണ്, പലർക്കും പല ശൈലിയാണ്. പ്രഭാരാട്ടൻ്റെ ശൈലി എന്ന് പറയുമ്പോൾ ഈ ഒരു ചെറിയൊരു റഫ് ലുക്ക്, റഫ് വേണം, വെട്ടുകല്ല് റഫായിട്ടുള്ള സാധനം തന്നെ. ഇത് മാറ്റ് ഫിനിഷിങ്ങിന് ഒരു കാര്യമുണ്ട്, എപ്പോഴും അതിൻ്റെ ഒറിജിനാലിറ്റി കിട്ടും. അതെ. ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് മറ്റൊരു മനോഹരമായ വീടിൻ്റെ മുന്നിലാണ്. നമ്മളെ പ്രഭാരാട്ടൻ പണി തീർത്തിട്ടുള്ള, ചെങ്കല്ലിൽ പണി തീർത്തിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീടിൻ്റെ മുന്നിലാണ്. ഒരു എരഞ്ഞിമരം, പടിപ്പുര. പ്രഭാരാട്ടൻ നമസ്കാരം. അപ്പോൾ നിങ്ങളെ വർക്ക് ഒന്നും കൂടി കാണാൻ വന്നതാണ്. ചെങ്കല്ല് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ള വീഡിയോ ആണ് കേട്ടത്. ചെങ്കല്ല് കൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന പ്രഭാകരേട്ടൻ്റെ ഒരു നല്ലൊരു വർക്ക്. 1300 സ്ക്വയർ ഫീറ്റ് വരുന്ന ഏകദേശം 2 ബെഡ്റൂം ഒക്കെ വരുന്ന ആരെ വീടാത്? ഇത് എൻ്റെ ഒരു സുഹൃത്ത് സുമിത് എന്ന് പറഞ്ഞ ആളുടെ വീടാണ്. ഇത് ചക്കരപ്പാടാണ് ഇതിന്റെ കറക്റ്റ്. കൊടുങ്ങല്ലൂർ. മതിലകം ചക്കരപ്പാടം. കൊടുങ്ങല്ലൂർ മതിലകം ചക്കരപ്പാടം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു വീടിൻ്റെ കുറച്ച് വിശേഷങ്ങൾ. ഇങ്ങനെ ചാടി കിടക്കണം അല്ലേ? പടിപ്പുര കൺസെപ്റ്റ് തന്നെ അതാണ്. അതെ, കാല് പൊന്തിച്ച് വെച്ച് ഇറങ്ങണം എന്നാണ് അല്ലേ? വിശാലമായിട്ടുള്ള ഒരു വരാന്തയാണ് ഈ ഒരു വീടിൻ്റെ ഹൈലൈറ്റ്. പിന്നെ നമ്മളെ കല്ലും അല്ലേ? ഈ ഒരു കല്ല് പുറംഭാഗം മൊത്തമായിട്ട് ഈ രീതിയിലാണല്ലോ ചെയ്തത് അല്ലേ? പുറം ഉള്ളും കുറേയൊക്കെ അങ്ങനെയൊക്കെ തന്നെ അങ്ങനെയാണ് ചെയ്തത്. നമ്മളെ സുലൈറ്റിയിൽ അതേ വർക്ക് തന്നെ അല്ലേ? അതേ വർക്ക് തന്നെയാണ്. ഗ്രെയിൻസ് വന്നത് കറുപ്പ്, ഈ ഒരു ബ്ലാക്കിൽ അല്ലേ? ലൈൻ ഇട്ടിരിക്കുന്നത് ബ്ലാക്ക്, ഉള്ളിൽ വെള്ളയാണ്. ഉള്ളിൽ വൈറ്റും അവിടെ ചക്രപ്പാട് അല്ല അവിടെ ഇട്ട മാതിരി തന്നെ സുലൈറ്റിൽ ഇട്ടാൽ മതി. ഉള്ളിൽ വെള്ളയും പുറത്ത് കറുപ്പും. പ്രഭാരേട്ടാ, ഈ പറവോളന്റെ വർക്കൊക്കെ കുറച്ച് അടിപൊളിയായിട്ടാണ്. കറക്റ്റ് തൂക്കത്തിൽ കിട്ടിയാലല്ലേ ഈ ഗ്ലാസ് കിട്ടുള്ളൂ. അപ്പൊ അത് ഞാൻ പരമാവധി ആളെ പിന്തിരിപ്പിക്കാൻ നോക്കിയത് അങ്ങനെ വേണ്ട, പറവോള വെക്കണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആൾക്ക് നിർബന്ധമായിരുന്നു. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോ, അതായത് ഇത് ചെറിയൊരു വ്യത്യാസമൊക്കെ ഗ്രൈൻഡ് ചെയ്ത് റെഡി ആക്കേണ്ടി വരും അല്ലേ? അല്ല, അത് ഇത് വർക്ക് കഴിഞ്ഞതിന് ശേഷമല്ലേ ഈ ഗ്ലാസ് വെച്ചേ? അതെ കഴിഞ്ഞതിന് ശേഷം വെച്ചേ. അപ്പോൾ ഗ്ലാസ് വെക്കുമ്പോൾ എന്തെങ്കിലും പാൾട്ട് ഉണ്ടെങ്കിൽ കയ്യിൽ അറിയാൻ പറ്റും. ഇപ്പൊ കറക്റ്റ് ഒരേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അതിന് ശരിക്കും അത് വലിയ കാര്യമായ വ്യത്യാസം വരില്ല, അധികം വ്യത്യാസം വരില്ല. പരമാവധി ചെയ്യും, നോക്കും. പിന്നെ എന്നാലും ചെറിയ ഗ്യാപ്പൊക്കെ വരും. ഇതിൽ ഗ്യാപ്പ് ഒന്നും കാണുന്നില്ല. അങ്ങനെ ഈ സൈഡ് മുകളിൽ കുറച്ച് ഗ്യാപ്പ് കാണുന്നുണ്ട്, മുകൾ ഭാഗത്തൊക്കെ കുറേശ്ശൊക്കെ കാണാം. പിന്നെ കല്ല് അടിപൊളി കല്ലാണല്ലോ അല്ലേ? ഇതല്ല നല്ല കല്ല് പറഞ്ഞാൽ നല്ല നമ്മളെ സുലൈറ്റിയിലേക്കാൾ അതിനെക്കാട്ടി കുറച്ചും കൂടി നല്ല കല്ലാണ്. ചെത്തിയിട്ട് ഏകദേശം 7 ഇഞ്ച് ഹൈറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ? 7 ഇഞ്ച് ഹൈറ്റ് വന്നിട്ടുണ്ട്. ഒരടി തന്നെ നീളം വരുന്നുള്ളൂ. നല്ല രീതിയിൽ ചെത്തി ആ ഒരു ഡിസൈനും കൂടി വന്നു. ലിൻഡിൽ വരുന്ന ഭാഗമാണ് അത്. ലിൻഡിൽ അതിന്റെ താഴെയാണ്, ലിൻഡിന്റെ മുകളിലാണ്. അത് ലിൻഡില് കോൺക്രീറ്റ് ചെയ്തേക്കുക, അതിന്റെ മുകളിൽ കൂടെ ക്ലാഡ് ചെയ്തേക്കുന്നത്. അതായത് ഈ ലിൻഡലിന്റെ മുകളിലൂടെ ഈ കല്ല് തന്നെ ഇവർ ചെത്തി വെക്കണോണ്ട് തന്നെ ഒരേപോലെ കിട്ടുന്നുണ്ട്. സാധാരണ വേറെ ടൈല് ഗ്ലാഡിങ് ടൈല് വാങ്ങി വെക്കുകയാണെങ്കിൽ കളർ വ്യത്യാസം സെയിം കിട്ടില്ല. ഇതന്നെ നിങ്ങൾ മെഷീൻ കൊണ്ടുവന്ന് ചെത്തി വെക്കണോണ്ട് തന്നെ അത് ഒരേ ലെവലിൽ കിട്ടിയിട്ടുണ്ട്, ഒരേ കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇത് കണ്ണൂര് തളിപ്പറമ്പിലെ കല്ലാത്. തളിപ്പറമ്പിൽ നിന്ന് വന്നിട്ടുള്ള അവിടെ മണി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ കല്ലാണ്. ഇതൊക്കെയാണ് നമ്മള് റിസ്ക് മണി അല്ലേ? കുറച്ച് ഈ ഒരു കോർണർ റെഡി ആക്കാന്നുള്ളത്. കോർണർ കിട്ടിയാലേ അതിനൊരു ഭംഗി വരുമല്ലോ. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു സീലിംഗ് കറക്റ്റ് ആയിട്ട് വരിക. അതെന്താ വെച്ചാല് അതിന്റെ അടിയിൽ കല്ല് ഒട്ടിച്ചില്ല, അത് കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റിന്റെ പുറം മാത്രം ഒട്ടിച്ചേണ്ടതാ, അടി ഒട്ടിച്ചില്ല. അടി പോയിന്റിങ്ങിന്റെ അല്ല, പോയിന്റ് ചെയ്യണ മെറ്റീരിയൽ കൊണ്ട് അങ്ങോട്ട് ഫിനിഷ് ചെയ്ത്. പ്രഭാരേട്ടത്തിൽ പോയിന്റിംഗ് ഒന്നും തീരെ അറിയണില്ലല്ലോ. കറക്റ്റ് ആയിട്ട് ആ ഒരു കളർ അതിലാണ് ആ വര വന്നേക്കണം. അതാണ്. അത് മാത്രല്ല, ഇതിൽ സെന്ററിലൊക്കെ പോയിന്റ് വരുന്നത് ഇത് പോയിന്റ് ചെയ്താണ്. ഇത് മഡാണ്, ഹോളൊക്കെ അടച്ചതാണ്. ഈ കളർ എങ്ങനെ ഈ കറക്റ്റ് ആയിട്ട് കിട്ടാം? അതെങ്ങനെ ശരിയാക്കുന്നത്? ഏകദേശമൊക്കെ കിട്ടുള്ളൂ, 100% ഒരിക്കലും ആക്കാൻ പറ്റില്ല. കുറച്ച് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? ഇതിന്റെ ഒരു മെയിൻ പ്രശ്നം എന്താ അറിയോ? നമ്മൾ കളർ ഏകദേശം റെഡിയാക്കി വെക്കും, പക്ഷെ ഇത് സെറ്റായി വലിഞ്ഞു വരുമ്പോൾ കളർ മാറും. അല്ല, അത് നമ്മളത് സാമ്പിൾ അടിച്ചിട്ട് നനച്ച് ഉണങ്ങിയതിന് ശേഷം നോക്കുള്ളൂ, കളർ നോക്കുള്ളൂ. ഏകദേശം മിക്സ് ചെയ്യുമ്പോൾ തന്നെ അറിയാത് എന്താണ്. അത്രയും കാലമായില്ലേ, അത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അറിയാവുന്നതിന്റെ പേരിൽ അങ്ങനെ ടെസ്റ്റിംഗ് ഒന്നും മാറ്റി ചെയ്യേണ്ട വരാറില്ല. ഉണങ്ങിയാലേ ഇത് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ അല്ലേ? അതെന്താ വെച്ചാല് കല്ല്, അപ്പൊ കല്ലിനും നനവുണ്ടാവും, ഇതിനും നനവുണ്ടാവും. അപ്പൊ നനവില് രണ്ടും ഒരേ കളറാണെങ്കിൽ ഉണങ്ങി കഴിഞ്ഞാലും ഒരേ കളറാണ്. നനഞ്ഞ കല്ലില് പോയിന്റ് ചെയ്ത് നോക്കൂ അല്ലേ? നന്നായിട്ട് നനച്ചിട്ടേ ചെയ്യും.
പിന്നെ ഇതിൻ്റെ ഒരു ലുക്ക് പലരും പല രീതിയാണ്, പലർക്കും പല ശൈലിയാണ്. പ്രഭാരാട്ടൻ്റെ ശൈലി എന്ന് പറയുമ്പോൾ ഈ ഒരു ചെറിയൊരു റഫ് ലുക്ക്. റഫ് വേണം, വെട്ടുകല്ല് റഫായിട്ടുള്ള സാധനം തന്നെ കേട്ടണം. അത് മിനുക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോകും. മിറർ ഫിനിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട് പല ആളുകളും. അപ്പോൾ നമ്മളെ ലുക്ക് എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലേ, ഇതിനൊരു പ്രത്യേക ലുക്ക്. മിറർ ഫീലിങ്ങിന് എനിക്ക് താല്പര്യമില്ല. അത് വളവളാന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു വല്ലാതെ മടുപ്പിക്കും ശരിക്കും. ഇത് മാറ്റ് ഫിനിഷിങ്ങിന് ഒരു കാര്യമുണ്ട്, എപ്പോഴും അതിൻ്റെ ഒറിജിനാലിറ്റി കിട്ടും. അതെ, അതാണ് അതിൻ്റെ അതുപോലെ നമ്മളെ ക്ലിയർ നമ്മളെ സ്റ്റോൺ ലാക്ക് അല്ലേ ഇതിനും ഇവിടെ ചെയ്തത്. സ്റ്റോൺ ലാക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രഭാരാട്ടം നമുക്കൊരു ഉള്ളിലേക്ക് ഒന്ന് കയറാം. നമസ്കാരം, എന്താ പേര് നിങ്ങളെ? പുഷ്പാകരൻ. ഇവിടുത്തെ മോളുടെ അച്ഛൻ. എന്താ പേരെന്താ? അനുഷ. നിങ്ങളെ വീടാണ് സ്വപ്ന ഭവനം അല്ലേ? എത്ര വർഷമായി വീട് പണി കഴിഞ്ഞിട്ട്? 3 വർഷമാണ്. എങ്ങനെ കല്ലിന്റെ വീട് ഇഷ്ടം? ആദ്യം ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? ഹസ്ബൻഡ് ആണല്ലേ? നിങ്ങളെ ആഗ്രഹം അല്ലെ ഹസ്ബൻഡിന്റെ ആഗ്രഹം? ചേട്ടൻ്റെ ആഗ്രഹം. വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ ഇതൊരു ലിവിങ് ആണ് അല്ലേ, ഒരു ലിവിങ് സ്പേസ്. ഇതിലും അതിന്റെ പുറത്തും ഉള്ളിലും ഇതേപോലെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ല രീതിയിൽ ഇവിടെ വൈറ്റ് ബോർഡറാണ് കൊടുത്തിട്ടുള്ളത്. പുറത്ത് നമ്മളെ ബ്ലാക്ക് ആണെങ്കിൽ ഇവിടെ വൈറ്റ് ആണ്. ഉള്ളിലുള്ള പുറത്തുള്ള അതേ ഫിനിഷ് ഉള്ളിലും കിട്ടുന്നുണ്ട്. ഈ ഒരു റഫ് മോഡൽ അടിപൊളിയിൽ ചെങ്കല്ലിൻ്റെ ആ ഒരു കൂളിംഗ് ഇവിടെ നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ കിട്ടുന്നുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു ചെങ്കൽ വീടിലേക്ക് കയറി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഫീൽ ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ലൊരു തണുപ്പും നമ്മളൊരു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കണ്ണിലേക്ക് തുളച്ച് കയറുന്ന ലൈറ്റ് ഉണ്ടാവില്ല, ഒരു മിനിമം ലൈറ്റ് മാത്രമേ വരുന്നുള്ളൂ. കണ്ണിനൊരു സുഖമല്ലേ പ്രഭാരാട്ടാ ഇങ്ങനത്തെ ഒരു വീട്ടിലേക്ക് നമ്മളെ? അതേ മനസ്സിനും സുഖമാണ്. കാരണം ഇങ്ങനത്തെ ഒരു വീട്ടിലേക്ക് മറ്റേ ഇവിടെ ഫുള്ള് തേച്ച് ഫിനിഷിങ് ആക്കുക അതാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റിൻ്റെ ഒരു പ്രശ്നം വല്ലാത്തൊരു പ്രശ്നമാണ്. ഒരു ശാന്തത നമുക്ക് കിട്ടും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ലൈൻ ഇട്ടിട്ടില്ല അല്ലേ? ലൈൻ ഇട്ടിട്ടില്ലെങ്കിലും നല്ല രസമുണ്ടല്ലോ കാണാൻ, മനോഹരം തന്നെയാണ്. എങ്ങനെയായാലും ഇതൊരു സ്റ്റൈല് ഒറിജിനലാണ്. ശരിക്കും ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലുമാണ് വേണ്ടത് അല്ലേ പ്രഭാരാട്ടാ? ഇവിടെ ഒരു പ്ലാന്റ് ഇതുപോലെ ഒരു വള്ളിച്ചെടികൾ വളർത്തിയാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ഇതിപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കിന്റെ സാധനമാണ് വെച്ചിട്ടുള്ളത്. ഇത് ഒറിജിനല്ല? അത് ശരി, ഞാനത് പ്ലാസ്റ്റിക്കാണ് വിചാരിക്കാം. ഒറിജിനലാണല്ലേ? അടിപൊളി, സൂപ്പർ. അത് ശരി, അത് നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഫിനിഷിങ് വർക്കിനെ പറ്റി എന്തായാലും പറഞ്ഞാലും എത്ര പറഞ്ഞാലും മതിയാവില്ല പ്രഭാരാട്ടാ. ഒരു കോർട്ട്യാർഡ് ഇവിടെ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ബെഡ്റൂം അല്ലേ ചേച്ചി വീട്ടിലുള്ള? ഒരു ബെഡ്റൂം അവിടെ വരുന്നത്. ഒരു ബെഡ്റൂം ഇവിടെ അവിടെ വരുന്നത്. എത്ര സ്ക്വയർ ഫീറ്റാണ് വീട്? 1300. ഓക്കെ. പിന്നെ ഒരു കിച്ചൺ അപ്പുറത്ത്, കിച്ചൺ അതിൻ്റെ അപ്പുറം വർക്ക് ഏരിയ. ഇവിടെ ഒരു വാഷ് ഏരിയ. കിച്ചണൊക്കെ ടൈലൊട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. കണ്ണിനൊരു കുളിർമ നൽകുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു മനോഹരമായിട്ടുള്ള ഒരു വർക്കും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. പ്രഭാകരേട്ടാ വളരെ സന്തോഷം. ചേച്ചി പോട്ടെ. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം. ബൈ.